ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടായെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിൽ പാർട്ടി എന്ന നിലയിൽ പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുക അത് മാത്രമാണ്. ഇത്തരൊരു ഒരു കാര്യമാണ് വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടില്ല. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ ഇതെല്ലാം കൃത്യതയോടുകൂടി നടക്കും. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായി. അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞു. ആശാന്റെ മണ്ഡലത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും ഭരണം നഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ. എൻ്റെ മണ്ഡലത്തിൽ 10 പഞ്ചായത്തും പോയത് ശാന്തമ്പാറ LDF കിട്ടിയിട്ടുണ്ട്. ഇതിന് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാമ്പാട് എന്നിട്ട് ഏതോ തക്കതായ ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നാണോ? പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനം, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൽ ജനസംഖ്യ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്ക് വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ശബരിമല വിഷയമൊക്കെ വലിയ തിരിച്ചടിയായിട്ടുണ്ടോ? ശബരിമല വിഷയമൊന്നും അല്ലല്ലോ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും ആളുകൾ രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. ഇല്ല. അപ്പൊ എന്താ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇനി രക്ഷയെന്നാണ്. പോലുള്ള ഒരു സ്ഥലത്ത് ഭൂപതിവ് ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിധി വന്നതെന്ന് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും പരിശോധിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.